എക്സ്ക്യൂസ് മീ മാഡം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ആക്ച്വലി ഇതൊരു ഇന്റർവ്യൂവിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. മാമിനെ ഇപ്പോൾ കണ്ടപ്പോൾ ചോദിക്കണമെന്ന് കരുതി. രാഹുൽ സാർ ഇതുവരെ മാമിനെ അമ്മാന്ന് വിളിച്ച് കേട്ടിട്ടില്ല. അതിന്റെ കാരണം ഒന്ന് വ്യക്തമാക്കാമോ? മാഡം എന്തുകൊണ്ടാണ് അത് അംഗീകരിച്ചു കൊടുക്കുന്നത്? എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ ഗുരു അമ്മയാണ്. സോ ടീച്ചിങ് അന്ന് തൊട്ട് തന്നെ തുടങ്ങും. എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം എന്നത് മുതൽ. എങ്ങനെ നല്ല ഗുണങ്ങൾ നമ്മൾ പഠിക്കണമെന്നത് തൊട്ട് എങ്ങനെ സമൂഹത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്താം എന്നത് വരെ അമ്മ തന്നെയാണ് എല്ലാവർക്കും ഫസ്റ്റ് ടീച്ചർ. സോ ഞാൻ അമ്മയെക്കാളും എൻ്റെ പിള്ളേർക്ക് ഒരു ടീച്ചർ തന്നെയാണ്. അത് കാരണമാണ് എൻ്റെ മക്കൾ എന്നെ മാഡം എന്ന് വിളിക്കുന്നത്. എല്ലാ അമ്മമാരും അവരുടെ മക്കൾക്ക് ടീച്ചറായിട്ട് തന്നെ ഉണ്ടാവണം. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഓ ഹായ് മാഡം. ഹായ് മിസ്റ്റർ വിന്നർ. മാഡം, നിങ്ങൾക്ക് എന്നെ അറിയാവോ? ഹേയ്, നീ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ വേറൊരാൾ എങ്ങനെ വിന്നർ ആവും ഡിയർ? താങ്ക് യു സോ മച്ച് മാഡം. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് വിശ്വഭാരതി വിദ്യാരത്ന വസുന്ധര ദേവി മാഡം. താങ്ക് യു മൈ ഡിയർ. വെൽ, when are you coming back dear? ഇവിടെ മീറ്റിംഗ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല മാഡം. ഇനി അഥവാ ഈ മീറ്റിംഗ് സക്സസ് ആയാൽ ഈ രാഹുൽ കേരളത്തിലെ തന്നെ നമ്പർ 1 യങ്ങസ്റ്റ് ബിസിനസ് എന്റർപ്രണർ അവാർഡ് നേടുന്നതായിരിക്കും. That sounds great. താങ്ക് യു മാഡം. ശരി, നീ എപ്പോ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് കാത്തിരിക്കാൻ ഇവിടെ എല്ലാവരും. താങ്ക് യു ഓൾ. ഞാൻ മാത്രമല്ല, ഈ മീറ്റിംഗ് സക്സസ് ആക്കി നീ ഇന്ത്യയിലേക്ക് എപ്പോ വരുമെന്ന് കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. ഓക്കെ, ബൈ. All the best, my son. All the best. Okay, bye. Love you, bye. വേദനയോ? നിന്റെ അടുത്ത് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനല്ലേ പറഞ്ഞത്? നീ എന്താ ഞാൻ പറഞ്ഞ ഒന്നും അനുസരിക്കാത്ത? നോക്ക്, ഇവിടെ തടിച്ചു കിടക്കുന്ന കണ്ടില്ലേ? എന്തൊരു ഉപദ്രവോ ഇത്! തെറ്റ് ചെയ്താലും തിരുത്താനായോ ആശ്വസിപ്പിക്കാനായോ നമുക്ക് അമ്മയില്ല. ആരെങ്കിലും ഉപദ്രവിച്ച തിരിച്ചു ചോദിക്കാനായിട്ട് അച്ഛനും ഇല്ല. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. പക്ഷെ ദിവസം മുഴുവൻ ഞാൻ നിന്നെ നോക്കി നിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന നമുക്ക് ഭക്ഷണം ആര് വെക്കുന്ന പറയും? നീ ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന അമ്മായി നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കോ? ആ അടി എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. നീ എങ്ങനെ സഹിച്ചു മോളെ? എന്ത് പാവാണ് ഞങ്ങൾ ചെയ്തത്? എന്തിനാ നിങ്ങൾ രണ്ടാളും ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയത്? നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും വിഷമിക്കുമായിരുന്നു.
പാവം. ചിന്നുവിന് ഇത്രയും വേദന ഉണ്ടാവുമായിരുന്നു. നമ്മുടെ അമ്മ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. നമ്മളെ ഉപേക്ഷിച്ച അച്ഛനും പോയി. അച്ഛൻ ഇവിടെ നിർത്തിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അച്ഛനിപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു വിവരവും ഇല്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരുന്നു അമ്മായി. അമ്മായി എത്ര നേരമായിടി നീ അതിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണത്? അതുപോലെ ചെറിയ കുട്ടിയോ മറ്റോ ആണോ? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാ ഞാൻ. വീട്ടിലെ പണി കഴിഞ്ഞാലും ഊര് മുഴുവൻ തെണ്ടു നടക്കേണ്ട വലിയൊരു പണി നിനക്കുണ്ടല്ലോ. അല്ലെങ്കിലും വീടിനേക്കാൾ വലുത് നാടല്ലേ നിനക്ക്? ഈശ്വരപ്രസാദ് സാർ നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ചെല്ലങ്ങോട്ട്. പാവം 2 ദിവസമായിട്ട് നിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. വയസ്സിനാകെ വാശി പിടിച്ച് ഭക്ഷണം പോലും കഴിക്കാതിരിക്കുക അത്രേ. നീ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് അയാളെ ഇരുത്തി വാരിക്കൊടുത്തൊന്ന് ഊട്ടിയിട്ടൊക്കെ വാ. ചെല്ല്. ഇല്ല അമ്മായി, ഇനി മുതൽ ഞാൻ എങ്ങോട്ടും പോകില്ല. ഇവിടെ തന്നെ നിന്ന്